കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ശശി തരൂർ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ. കാലിന് പരിക്കേറ്റതുകൊണ്ട് വീൽ ചെയറിൽ ഇരുന്നാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തോന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ വഴി രാജ്യം നാളെ തന്നെ വലിയൊരു കടക്കെണിയിൽ അകപ്പെടുമെന്ന്. കേന്ദ്രമന്ത്രിമാരായ ജയശങ്കറും പീയൂഷ് ഗോയലും കൂടി രാജ്യത്തെ വിറ്റുതുലയ്ക്കുകയാണെന്നൊക്കെയാണ് സാർ പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. ആദ്യം തന്നെ തരൂർ പറയുന്നത് നമ്മുടെ മന്ത്രിമാർ പിങ് പോങ് കളിക്കുകയാണെന്നാണ്. അതായത് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന്. തരൂർ സാറേ, ജയശങ്കറിനെ പോലൊരു വിദേശകാര്യമന്ത്രിയും പീയൂഷ് ഗോയലിനെ പോലൊരു സാമ്പത്തിക വിദഗ്ധനും ഇരിക്കുന്നത് വെറുതെയല്ല. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മാത്രം എങ്ങനെയാ ഇങ്ങനെ കുതിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്കയെ പോലൊരു വമ്പൻ രാജ്യത്തെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ ചില തന്ത്രങ്ങൾ വേണ്ടിവരും. അതിനെയാണ് തരൂർ ഈ പിങ് പോങ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്. സത്യത്തിൽ ഇത് കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള കരുനീക്കങ്ങളാണ്. അടുത്ത വലിയ പേടിപ്പിക്കൽ വരുന്നത് $500 ബില്യൺ സാധനങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങും എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നും നമ്മൾ വെറുതെ പൈസ കൊടുക്കുകയാണെന്ന്. പക്ഷേ ഒന്നോർക്കുക, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് ഈ കരാർ. നമ്മുടെ IT മേഖലയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ജോലി കിട്ടുന്നതും ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതും ഇത്തരം കരാറുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പീയൂഷ് ഗോയൽ ഒരു ബിസിനസ്സുകാരനെ പോലെ ചിന്തിച്ച് ഇന്ത്യക്ക് ലാഭമുള്ള കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0% നികുതി കൊടുക്കുന്നു, പക്ഷേ അവർ നമുക്ക് 18% തരുന്നു എന്നാണ് മറ്റൊരു പരാതി. ഇത് കേൾക്കുമ്പോൾ ആർക്കും ദേഷ്യം വരും. പക്ഷേ അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് വെച്ചാൽ പല അത്യാധുനിക സാങ്കേതിക വിദ്യകളും മെഷീനുകളും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ എത്തണമെങ്കിൽ ഈ നികുതി ഇളവ് അത്യാവശ്യമാണ്. അത് നമ്മുടെ നാട്ടിലെ നിർമ്മാണ മേഖലയെ സഹായിക്കാനാണ്. മറുവശത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ പിടിച്ചു നിൽക്കുന്നത് നികുതി കൊണ്ടല്ല, നമ്മുടെ ഗുണമേന്മ കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ തരൂർ സാർ ഇത്തിരി കഷ്ടപ്പെടും. റഷ്യയുമായുള്ള ബന്ധം തകർത്തു എന്നാണ് അടുത്ത ആരോപണം. യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇന്ത്യ റഷ്യയെ കൈവിടുമെന്ന്. പക്ഷേ ജയശങ്കർ സാർ ഉള്ളപ്പോൾ അത് നടക്കില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചെയ്യും, അമേരിക്കയുമായി കച്ചവടം നടത്തുകയും ചെയ്യും. ഇതാണ് മോദി സർക്കാരിന്റെ ലൈൻ. എല്ലാവരോടും ചെങ്ങാത്തം, പക്ഷേ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ വിട്ടുവീഴ്ചയില്ല. ഇത് തരൂർ സാർ പണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇരുന്ന കാലത്തെ പോലെയല്ല. ഇത് പുതിയ ഇന്ത്യയാണ്. തരൂർ പറയുകയാണ് മന്ത്രിമാർ പരസ്പരം പിങ് പോങ് കളിക്കുകയാണെന്ന്. സാറേ, 2 മന്ത്രിമാർ തമ്മിൽ നല്ല ധാരണയോടെ കാര്യങ്ങൾ നീക്കുന്നതിനെയാണ് നിങ്ങൾ ഈ പിങ് പോങ് എന്ന് വിളിക്കുന്നത്. വിദേശകാര്യ മന്ത്രിയും വാണിജ്യ മന്ത്രിയും കൈകോർത്ത് നിന്നാലല്ലേ രാജ്യത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ. അതിനെ കുറ്റം പറയാൻ തരൂർ സാറിന് മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇവർ വിവരങ്ങൾ മറച്ചു വെക്കുന്നു എന്നാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ പോലെ എല്ലാം രഹസ്യ ഇടപാടാണെന്ന് വിചാരിക്കരുത്. ഇന്നെല്ലാം ഡിജിറ്റലാണ്. പക്ഷേ തരൂരിന് അത് മനസ്സിലാകണമെങ്കിൽ ആരുടെയൊക്കെയോ ചോദിക്കണം. അദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ മന്ത്രിമാർ മലയാളത്തിലോ ഹിന്ദിയിലോ മറുപടി കൊടുക്കാത്തതാണോ സാറിന്റെ പരാതി? അടുത്തത് ഒരു വമ്പൻ കണക്കാണ് തരൂർ സാർ ഇറക്കിയത്. $500 ബില്യൺ സാധനങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയത്രേ. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇന്ത്യയുടെ ഖജനാവ് അങ്ങ് അമേരിക്കയ്ക്ക് തൂക്കിക്കൊടുത്തു എന്ന്. കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. നമ്മൾ അവിടുന്ന് ടെക്നോളജിയും അസംസ്കൃത വസ്തുക്കളും വാങ്ങുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളാണ്. പീയൂഷ് ഗോയൽ രാജ്യത്തെ കടക്കെണിയിലാക്കുമെന്ന് പറയാൻ എന്ത് എളുപ്പമാണ്. സ്വന്തം പാർട്ടി ഇത്രയും കാലം ഭരിച്ച് രാജ്യത്തെ എവിടെ എത്തിച്ചു എന്ന് മാത്രം തരൂർ സാർ പറയുന്നില്ല. തരൂർ പറഞ്ഞു ഈ ബജറ്റ് ഇടിക്കാൻ പോകുന്ന കാറിലെ എയർ ബാഗ് നന്നാക്കുന്നത് പോലെയാണെന്ന്. സാറേ, പണ്ട് നിങ്ങൾ കാർ ഓടിച്ചപ്പോൾ കാറിന് എയർ ബാഗ് പോയിട്ട് ടയർ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ അത് ഇടിക്കാൻ പോകുന്ന കാറാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പാവം വോട്ടർമാർ ചിരിക്കും. ബ്രേക്ക് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ട് ഹോൺ ഉച്ചത്തിൽ മുഴക്കിയ മെക്കാനിക്കിന്റെ കഥ തരൂർ സാർ പറഞ്ഞു. സത്യത്തിൽ ഹോൺ മാത്രം അടിച്ചു നടന്നത് ആരാണെന്ന് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. തരൂർ പറയുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്നാണ്. എന്നാൽ സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം മാറിയത് അദ്ദേഹം കാണുന്നില്ല. ബജറ്റിൽ കേരളമില്ല എന്ന് പറഞ്ഞ് തരൂർ സാർ കരയുകയാണ്. സാറേ, നാഷണൽ ഹൈവേ വികസനത്തിന് കേരളത്തിന് നൽകുന്ന കോടികൾക്കാണ് സാറിന്റെ ഡിക്ഷണറിയിൽ വാക്കുകളില്ലേ? വികസനം വരുമ്പോൾ അത് തടയാൻ നിൽക്കുന്നവർക്ക് വേണ്ടി വാദിച്ചിട്ട് ബജറ്റിൽ വരികൾക്കിടയിൽ കേരളം എന്ന് കണ്ടില്ലെന്ന് പരാതിപ്പെടുന്നത് എന്ത് കഷ്ടമാണ്. എയിംസ് വന്നില്ല എന്ന് പറയുന്ന സാർ അതിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും.
തരൂർ ബജറ്റിനെ കളിയാക്കാൻ വേണ്ടി മിർസ ഗാലിബിന്റെ ഒരു പ്രശസ്തമായ ഉറുദു കവിത ചൊല്ലിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണെന്ന്. സാറേ, ഈ കവിത യഥാർത്ഥത്തിൽ ചേരുന്നത് മോദി സർക്കാരിനല്ല, മറിച്ച് തരൂർ സാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമാണ്. കാരണം രാജ്യം പണ്ട് ഭരിച്ച കാലത്തെ ആ പഴയ പ്രതാപം തിരിച്ചു വരുമെന്ന് സ്വപ്നം കണ്ട സ്വയം ആശ്വസിക്കാൻ ഈ വരികൾ തരൂർ സാറിന് തന്നെ പാടാം. തരൂരിന് വികസനം എന്ന് പറഞ്ഞാൽ അത് വരികൾക്കിടയിലെ കവിതയാണ്. പക്ഷേ പീയൂഷ് ഗോയലിനും ജയശങ്കറിനും വികസനം എന്ന് പറഞ്ഞാൽ അത് റോഡും പാലവും വിദേശ നിക്ഷേപവുമാണ്. കവിത ചൊല്ലിയാൽ വയറു നിറയില്ലെന്ന് ഈ സാറിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. തരൂർ ഗാലിബിന്റെ കവിതയൊക്കെ അവിടെ ഇരിക്കട്ടെ. ജയശങ്കർ സാർ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് കാണിക്കുമ്പോഴും പീയൂഷ് ഗോയൽ അമേരിക്കയുമായി കച്ചവടം ഉറപ്പിക്കുമ്പോഴും നിങ്ങൾ ഈ കവിതയുമായി ഇരുന്നു. ജനങ്ങൾക്ക് വേണ്ടത് കവിതയിലെ പ്രാസമല്ല, ജീവിതത്തിലെ പുരോഗതിയാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകൾ പോലെ തന്നെ ഈ കവിതയും കേൾക്കാൻ സുഖമുണ്ട്. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. തരൂർ സാർ ഗാലിബിന്റെ കവിത ചൊല്ലി ബജറ്റിനെ പരിഹസിക്കുമ്പോൾ ഒന്നോർക്കണം, ആ കവിതയിലെ വെറും ചിന്തകളല്ല ഇന്ന് ഇന്ത്യ. അത് നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവ് യാഥാർത്ഥ്യമാക്കിയ വികസനമാണ്. തരൂർ ഇംഗ്ലീഷ് വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടുമ്പോൾ മോദിജി ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പടുത്തുയർത്തുകയാണ്. കവിത ചൊല്ലി സമയം കളയാൻ അദ്ദേഹത്തിന് നേരമില്ല. കാരണം അദ്ദേഹത്തിന് 140 കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുണ്ട്. അമേരിക്കയുമായുള്ള കരാറിനെ തരൂർ പേടിയോടെ കാണുമ്പോൾ മോദിജി അതിനെ കാണുന്നത് ഇന്ത്യയുടെ ആഗോള ആധിപത്യത്തിനുള്ള അവസരമായാണ്. പണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി സഹായം അഭ്യർത്ഥിച്ചിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് പോലും മോദിയെ ബോസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് തരൂർ സാർ പറയുന്ന പിങ് പോങ് കളിയല്ല, അത് മോദി എന്ന നയതന്ത്രത്തിന്റെ വിജയമാണ്. ജയശങ്കറും പീയൂഷ് ഗോയലും ആ വലിയ ടീമിലെ വിശ്വസ്തരായ കളിക്കാർ മാത്രമാണ്. ക്യാപ്റ്റൻ മോദിജി തന്നെയാണ്. വണ്ടി ഇടിക്കാൻ പോകുകയാണെന്ന് തരൂർ പറഞ്ഞല്ലോ. സാറേ, ആ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അപകടത്തിൽപ്പെട്ട വണ്ടികളെ കരകയറ്റി ശീലമുള്ള ഡ്രൈവർ. 2014 തകർന്നു കിടന്ന ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിൻ ഇന്ന് ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന ഒന്നാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. തരൂർ സാർ എയർ ബാഗിനെ കുറിച്ച് ആകുലപ്പെടുമ്പോൾ മോദിജി വണ്ടിയുടെ വേഗത കൂട്ടി അടുത്ത ലക്ഷ്യമായ വികസിത് ഭാരതത്തിലേക്ക് കുതിക്കുകയാണ്. കേരളത്തെ അവഗണിച്ചു എന്ന് തരൂർ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൊച്ചി മെട്രോയ്ക്കും വന്ദേ ഭാരത് ട്രെയിനുകൾക്കും വിഴിഞ്ഞം തുറമുഖത്തിനും മോദി സർക്കാർ നൽകുന്ന പിന്തുണ എത്ര വലുതാണെന്ന്. വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന തരൂർ സ്റ്റൈലല്ല മോദിയുടേത്. പണം അനുവദിച്ചും പണികൾ പൂർത്തിയാക്കിയും വികസനം നേരിട്ടെത്തിക്കുന്നതുമാണ് മോദി സ്റ്റൈൽ. അതുകൊണ്ട് തരൂർ സാറേ, നിങ്ങളുടെ കവിതകൾ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ അത് വോട്ടാവില്ല, വികസനവും ആവില്ല. ഇന്ത്യ ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ്. മോദിയുടെ തണലിൽ ജയശങ്കറും ഗോയലും ഇന്ത്യയുടെ വ്യാപാര കൊടി ലോകം മുഴുവൻ പാർപ്പിക്കുകയാണ്. തരൂർ സാറിന് ഇനിയും കവിതകൾ ചൊല്ലാം, പക്ഷേ രാജ്യം മോദിക്കൊപ്പം മുന്നോട്ട് തന്നെ പോകും. ഈ മാറ്റങ്ങൾ കാണാൻ കഴിയാത്തത് തരൂർ സാറിന്റെ മാത്രം പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. തരൂർ സാറിന്റെ പ്രസംഗം കേൾക്കാൻ നല്ല സുഖമാണ്, നല്ല സ്റ്റൈലുണ്ട്. ഇടയ്ക്കിടെ മിർസ ഗാലിബിന്റെ കവിതകളുണ്ട്. പക്ഷേ കവിത ചൊല്ലിയാൽ വയറ് നിറയില്ലല്ലോ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.